ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് നൽകുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പേർത്തും ശ്രമിച്ചിട്ടും പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. പല തട്ടിൽ പല അവസരങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു പുരോഗതി അവസാന ഘട്ടത്തിലേക്ക് അതെത്തിക്കാൻ നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും കഴിയാതെ പോകുന്നു. ഓരോ മണ്ഡലങ്ങളിലും 3-4 ആളുകൾ ആണ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തള്ളിപ്പിടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുക അത്ര എളുപ്പമായിരിക്കുകയില്ല. എങ്കിലും പഴയതുമാതിരി ഗ്രൂപ്പിലെ ആളുകളെ കൊണ്ട്, ഗ്രൂപ്പിലെ പിൻഗാമികളെ കൊണ്ട് ഈ സീറ്റുകൾ നിറയ്ക്കാം എന്ന സംസ്ഥാന നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ ശ്രമങ്ങൾ ഇത്തവണ പൂർണ്ണമായും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ കേന്ദ്രത്തിൽ അവധാനതയോടെ ഇരിക്കുന്ന ഒരു നേതൃനിര തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം നീണ്ടു പോകുന്നു. BJP-യിലാകട്ടെ അതിലും അപ്പുറത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. BJP-യിലും ഓരോ മണ്ഡലത്തിലും 3-4 ആളുകൾ മത്സരിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം മത്സരം നടക്കുന്ന സ്ഥലവുമാണ്. BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തോൽക്കാൻ വേണ്ടി മാത്രം സ്ഥാനാർത്ഥിയായി ദീർഘകാലം നിന്നവരാണ്. അങ്ങനെ ജയിക്കാൻ രാശിയില്ലാത്ത നേതാക്കൾ എന്ന നിലയ്ക്കുള്ള ഒരു ചിന്ത ഉൽപ്പാദിപ്പിച്ചവരുമാണ്. അതുകൊണ്ട് പുതിയ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു കേന്ദ്ര നേതൃത്വം. കുമ്മനത്തെ അതുകൊണ്ടാണ് ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് ഇവിടെ കൊണ്ടുവന്ന് തലസ്ഥാന നഗരിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. തലസ്ഥാന നഗരിയെ നോട്ടമിട്ട് നിന്ന ആളുകൾ, BJP-യിലെ നേതാക്കൾക്ക് അത് വലിയ തിരിച്ചടിയായി. അതേപോലെ തന്നെയാണ് തൃശ്ശൂരിലും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവിടെ സീറ്റ് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും, അവിടെയും സീറ്റ് നിർണയം പൂർണ്ണമായും മുന്നോട്ട് പോകുന്നില്ല. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് പുതിയ ഊർജം നൽകി അതിനെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഉഷാറായി അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ വരവും അതേമാതിരി യോഗങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കേളികൊട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. മലയാള മനോരമ ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നു, അഴിമതിക്കെതിരെയുള്ള നടപടികൾക്കായിരിക്കും പ്രാധാന്യമുണ്ടാവുക. UDF പ്രചാരണത്തിന് തുടക്കമിട്ട് രാഹുൽ അഴിമതിക്കെതിരെ 3.5 ലക്ഷം കോടി രൂപ തട്ടിയെടുത്ത 15 കോടീശ്വരന്മാർക്കൊപ്പമാണ് മോദി. രാഹുലിൻ്റെ പ്രസംഗം അങ്ങനെയാണ് പോകുന്നത്. ആ വാർത്ത എങ്ങനെയാണ് മനോരമ തരുന്നത് എന്ന് നോക്കാം. അധികാരത്തിലെത്തിയാൽ അഴിമതിക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അഴിമതിക്കെതിരായ നിലപാടായിരിക്കും കാര്യമായി കൈക്കൊള്ളുക താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം, ദീർഘമായ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ രണ്ടാക്കി മാറ്റുന്നു BJP-യുടെ നേതൃത്വം അഥവാ നരേന്ദ്രമോദി തന്നെ. ആ രണ്ടായി പിരിയുന്ന ഇന്ത്യയെ അംഗീകരിക്കാനാകില്ല. ദീപിക ആ വാർത്ത ലീഡാക്കുന്നു. 2 ഇന്ത്യ അനുവദിക്കില്ല. രാഹുലിൻ്റെ പ്രസംഗ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. സമ്പന്നരായ 15-20 പേരുടെ ഒരു ഇന്ത്യ, പാവപ്പെട്ട കർഷകരുടെ മറ്റൊരു ഇന്ത്യ എന്ന നില ഇനി പാടില്ല എന്നാണ് രാഹുൽ പറയുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്നും മൻ കി ബാത്തിലൂടെ സ്വന്തം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജോലിയെന്നും ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുകയാണ് അദ്ദേഹമെന്നും രാഹുൽ ആരോപിച്ചു. നരേന്ദ്രമോദിയെ പുറത്താക്കാൻ
ഇന്ത്യയെ വീണ്ടെടുക്കാൻ എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് കടപ്പുറത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ജനമഹായാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് ഇന്ത്യ എന്നതാണ് മോദിയുടെ നയം. സമ്പന്നരായ 15-20 പേർക്കായി ഒരു ഇന്ത്യയും പാവപ്പെട്ടവർക്കും കർഷകർക്കുമായി മറ്റൊരു ഇന്ത്യയും. രണ്ട് ഇന്ത്യ എന്ന സങ്കല്പത്തെ കോൺഗ്രസ് നിരാകരിക്കുന്നു. ഇതിന് കോൺഗ്രസ് അനുവദിക്കില്ല. കടപ്പുറത്ത് വെച്ചായിരുന്നു സമ്മേളനം. അലകൾ ഇളക്കുന്ന കടലിനെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഈ കടൽ പോലെ, ഈ പാരാവാരം പോലെയാണ് ഇന്ത്യ. ആ പാരാവാരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ ഇന്ത്യ, ആ മഹാസാഗരം, അതിനെ കേൾക്കാൻ ചെകിടോർക്കേണ്ടിയിരിക്കുന്നു നേതാക്കൾ. അതിൻ്റെ കരയിൽ നിന്ന് അതിനെ കേൾക്കുകയാണ് വേണ്ടത്. നരേന്ദ്രമോദിയാകട്ടെ മൻ കി ബാത്തിലൂടെ, അത് ഏകപക്ഷീയമായ ഒരു പ്രസംഗമാണ്. ആ മൻ കി ബാത്തിലൂടെ അവരെന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുകയാണ്. അവരെ കേൾക്കാൻ അദ്ദേഹത്തിന് ചെവികളില്ല. ആ സാഹചര്യത്തിൽ ഏകപക്ഷീയമായ ഒരു സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുന്നു. അതിന് ഒരു അന്ത്യം വരുത്തണം. അന്ത്യം വരുത്തുന്നതിൻ്റെ ഭാഗമായി അധികാരത്തിൽ കോൺഗ്രസ് വന്നാൽ നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്തായിരിക്കും? മോദി അഴിയെണ്ണും. രാഹുൽ ഗാന്ധി അത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. പൊതുപ്രസ്താവങ്ങൾ വിട്ട് താൻ അധികാരത്തിലേക്ക് ഉയർന്നാൽ, തൻ്റെ പാർട്ടി അധികാരത്തിലേക്ക് ഉയർന്നാൽ, അല്ലെങ്കിൽ താൻ വിഭാവനം ചെയ്യുന്ന മുന്നണി അധികാരത്തിലേക്ക് ഉയർന്നാൽ നരേന്ദ്രമോദി അഴിയെണ്ണും. അഴിയെണ്ണുന്നതിന് കാരണവും കേൾക്കുക രസമാണ്, അഴിമതിയുമായി ബന്ധിപ്പിച്ചാണ് അഴിയെണ്ണുക. റാഫേൽ ഇടപാടിൽ 30,000 കോടി രൂപയാണ് അതിൽ നിന്ന് സംഘടിപ്പിച്ച് തൻ്റെ സഹചാരിയും സുഹൃത്തുമായ അനിൽ അംബാനിക്ക് നരേന്ദ്രമോദി താലത്തിൽ വെച്ച് നൽകിയത് എന്നാണ് രാഹുൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് അന്വേഷണം വരും. അന്വേഷണത്തിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി ജയിലിലാകും. നരേന്ദ്രമോദി മാത്രമല്ല, അനിൽ അംബാനിയും കൂടെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റഫാലിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി മോദി ഫ്രാൻസുമായി വ്യക്തിപരമായി ചർച്ച നടത്തി. CPM അക്രമം നടത്തി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നു. കാസർഗോഡ് അദ്ദേഹം ആ മരിച്ചവരുടെ, കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു. MP സൂര്യദാസ് കോഴിക്കോട് നിന്ന് ആ വാർത്ത തരുന്നത് ഇപ്രകാരം: രാജ്യത്തിന് 30,000 കോടി രൂപ നഷ്ടം വരുത്തിയ റഫാൽ ഇടപാട് നിഷ്പക്ഷമായി അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനിൽ അംബാനിയും അഴിക്കുള്ളിലാകും എന്ന് AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇടപാടായ റഫേൽ കരാറിന് നേതൃത്വം നൽകിയത് AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ്. അന്ന് ഒരു വിമാനത്തിന് 526 കോടി രൂപയാണ് വില നിശ്ചയിച്ചത്. 95% കരാർ പ്രവർത്തനവും പൂർത്തിയായപ്പോഴാണ് മോദി അധികാരത്തിൽ വന്നത്. അനിൽ അംബാനിയെയും കൂട്ടി മോദി ഫ്രാൻസിൽ പോയി ചർച്ച നടത്തിയത് രേഖകളിൽ വ്യക്തമാണ്. മോദിയോടൊപ്പം പോകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് അനിൽ അംബാനി ഫ്രാൻസിലെത്തി അവിടെയുള്ള പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ വാങ്ങാൻ നിശ്ചയിച്ച വിമാനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. അനിൽ അംബാനിയാണ് അത് ചെയ്തത്. രാജ്യത്തിൻ്റെ 30,000 കോടി രൂപ നഷ്ടപ്പെടുത്തുന്ന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പ്രധാനമന്ത്രിയുടെ വ്യക്തിഗതമായ ഇഷ്ടമാണ്. വ്യക്തിഗതമായി അദ്ദേഹം അക്കാര്യത്തിൽ ഇടപെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന കേസ് പറയുന്നത് 2 നെഗോഷിയേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു നെഗോഷിയേഷൻ, ഒരു ചർച്ചയല്ല, വിലപേശൽ. അതിനോടൊപ്പം തന്നെ സമാന്തരമായി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി ഓഫീസ് മറ്റൊരു വിലപേശൽ നടത്തി. ആ വിലപേശലിൽ വലിയ ലാഭം ഫ്രാൻസിനും ദസോത്തിനുമൊക്കെ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ കമ്മീഷൻ എന്ന നിലയ്ക്കാണ് 30,000 കോടി രൂപ അനിൽ അംബാനിക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അതൊക്കെയാണ് ഇന്ന് കാര്യമായി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അദ്ദേഹം അധികാരത്തിലേക്ക് ഉയർന്നാൽ മോദിയെ ജയിലിലേക്ക് അയക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ടും തീർന്നില്ല. ഇന്നലെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, നിയമനിർമ്മാണ സഭകളിൽ വനിതാ സംവരണം ഇക്കൊല്ലം ധാരാളം ആളുകൾ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതിൻ്റെ ബില്ലൊക്കെ പാസ്സാകാതെ കിടക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്.
ജയിക്കുന്നതുവരെ വനിതാ സംവരണം, ജയിച്ചു കഴിഞ്ഞാൽ കിംവരണം എന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ 2019 തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പുവരുത്തും. വനിതകൾ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങളിലും 33% വനിതാ സംവരണം ഉറപ്പുവരുത്തും. വലിയ വാഗ്ദാനങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ നൽകുന്നത്. 33% കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ കേന്ദ്ര സർക്കാരിലെ ആരെയും എടുക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എങ്കിലും 33% സംവരണം ഏർപ്പെടുത്തും. ഒന്ന്. മറ്റൊന്ന്, 2019 തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പുവരുത്തും. ആ ബില്ല് പാസ്സാകണം. അങ്ങനെ ഉറപ്പ് വരുത്തുന്ന ഒരവസ്ഥ സംഭവിക്കുന്നുവെന്ന് കരുതുക. വൻതോതിൽ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് തീർച്ച. മത്സ്യത്തൊഴിലാളികളോട് രാഹുൽ ഗാന്ധി പറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി ഒരു മന്ത്രാലയം ഉണ്ടാകും. അഖിലേന്ത്യാ നിലവാരത്തിൽ അങ്ങനെ ഒരു മന്ത്രാലയം ഇല്ല. സംസ്ഥാനങ്ങളിൽ അതുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളി മന്ത്രാലയം രൂപീകരിക്കും എന്ന രാഹുലിൻ്റെ പ്രസ്താവന വീക്ഷണം എന്ന പത്രം അതിൻ്റെ ആദ്യ പുറത്ത് നൽകുന്നു. പ്രസ്താവനയല്ല, പ്രസംഗ ഭാഗമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി മത്സ്യത്തൊഴിലാളി മന്ത്രാലയം രൂപീകരിക്കുമെന്ന മുൻ പ്രഖ്യാപനം രാഹുൽ തൃപ്രയാറിലും ആവർത്തിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ കൺമുന്നിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ആ നിലയ്ക്ക് അദ്ദേഹം വരുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് മൊത്തം വിഷയമാക്കിയിരിക്കുന്നത് പ്രസംഗ രംഗത്ത് മുഴുവൻ. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒരു വാർത്തയുടെ അല പടർന്നത്. ദേ വടക്കനും എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ടോം വടക്കൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അതുമാത്രമല്ല, അദ്ദേഹം BJPയിലേക്ക് ചേരുകയും ചെയ്തു. ദേശീയ വക്താവായിരുന്നു കോൺഗ്രസിൻ്റെ ദീർഘകാലം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയപരിപാടികൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ ദീർഘകാലം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രധാനിയായ ഒരാളാണ് വടക്കൻ. അങ്ങനെ വരുമ്പോൾ വടക്കൻ കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അഭിഷേക് സിംഗ്വിയുടെ അത്രയും ഒന്നും വരില്ല എങ്കിലും ഏതായാലും ടോം വടക്കൻ്റെ ആ രാജിയും BJPയിലേക്കുള്ള സഞ്ചാരവും വലിയ വാർത്തയായി ഈ പത്രങ്ങൾ ഇന്ന് തരുന്നു. അത്ര പ്രാധാന്യം അതിനുണ്ടോ എന്നതും മറ്റൊരു കാര്യം. ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ടോം വടക്കൻ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൂറുമാറിയ വാർത്ത ദേശാഭിമാനി തരുന്നത് ഇങ്ങനെ. കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ BJPയിൽ ചേർന്നു. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശന ദിവസമാണ്. കോൺഗ്രസിനെ ഞെട്ടിച്ച് UPA അധ്യക്ഷൻ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന വടക്കൻ്റെ കൂറുമാറ്റം. കോൺഗ്രസിലെ കുടുംബവാഴ്ചയിൽ പ്രതിഷേധിച്ചും പുൽവാമ ബാലാകോട്ട് സംഭവങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് പാർട്ടി വിടുന്നത് എന്ന് BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ ടോം വടക്കൻ പറഞ്ഞു. BJP നേതൃത്വം ആവശ്യപ്പെട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനയും വടക്കൻ നൽകി. അതാണ് കാര്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. കോൺഗ്രസ് അതിന് സീറ്റ് നൽകിയതേയില്ല. 2 പതിറ്റാണ്ടായി കോൺഗ്രസിൻ്റെ വടക്ക് പുറത്ത് അദ്ദേഹം ഇങ്ങനെ കൂറ് കാണിച്ച് നിൽക്കുകയാണ്. ഒരിടത്തും ഒരു പ്രമോഷനും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഒരിക്കൽ പോലും സ്ഥാനാർത്ഥിയായില്ല. പക്ഷേ കുറ്റം പറയരുതല്ലോ. 2009 മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. തൃശ്ശൂരിലായിരുന്നു അത് മുച്ചൂടും തകർത്ത് കളഞ്ഞു നമ്മുടെ സുകുമാർ അഴീക്കോട് എന്ന സാംസ്കാരിക നേതാവ്. അദ്ദേഹം പറഞ്ഞു, മലയാളിയുടെ പ്രതിനിധി മലയാളം അറിയുന്ന ഒരാളായിരിക്കണം. മലയാളത്തിൻ്റെ ബാലപാഠം അറിയാത്ത, സംസാരിക്കുമ്പോൾ വളരെ വൾഗറായിരിക്കുന്ന, മ്ലേച്ഛമായിരിക്കുന്ന ഒരാളെ ജനപ്രതിനിധിയാക്കാൻ അനുവദിക്കില്ല. അങ്ങനെ സ്വപ്നങ്ങൾ കൊഴിഞ്ഞുപോയ നേതാവാണ് വടക്കൻ. അന്ന് സുകുമാർ അഴീക്കോട് ശക്തമായൊരു നിലപാട് തൃശ്ശൂരിൽ എടുത്തില്ലായിരുന്നു എങ്കിൽ, വടക്കൻ അവിടെ മത്സരിച്ചിരുന്നു എങ്കിൽ ഇത്തരമൊരു ഗതികേട് വടക്കന് സംഭവിക്കുമായിരുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞത് തികച്ചും നിരാശനായ കോൺഗ്രസ്സുകാരനാണ് താൻ.
പുൽവാമ സംഭവഗതികൾക്ക് ശേഷം അദ്ദേഹം വക്താവായി തന്നെ വന്നിരുന്നു, കോൺഗ്രസിൻ്റെ വക്താവായി മാധ്യമങ്ങളിൽ വന്നിരുന്നു, ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്നു. പുൽവാമയുടെ കാര്യത്തിൽ BJP അദ്ദേഹം വിമർശിച്ചിരുന്നു. യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം വന്നപ്പോഴും അദ്ദേഹം BJPയെ വിമർശിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നത് പുൽവാമ സംഭവം, അതേ തുടർന്ന് അതിർത്തിയിലുണ്ടായ സംഭവഗതികൾ, ആ കാര്യത്തിലൊക്കെ നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കുന്നത് കണ്ടാൽ തിരിച്ചടിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ. BJP അങ്ങനെ തിരിച്ചടിക്കുന്നവരാണ്, അതുകൊണ്ടാണ് പോകുന്നത്. ബുദ്ധിയുള്ളവരൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഏത് വിഡ്ഢിക്കും യുദ്ധം നടത്താം. യുദ്ധം നടത്താതിരിക്കുന്നതിന് വിവേകം എന്നൊരു എലമെൻ്റ് വേണം. അത് ശക്തരായ ആൾക്കാർക്ക് മാത്രമേ യുദ്ധം ഒഴിവാക്കാൻ പറ്റൂ. ശക്തർക്ക് മാത്രമേ സമാധാനം പാലിക്കാൻ പറ്റൂ. നരേന്ദ്രമോദിക്ക് അത് ചെയ്യാം. അദ്ദേഹം ശക്തനല്ല, അതിനുള്ളൊരു പശ്ചാത്തലവുമില്ല. RSSൻ്റെ അവിവേകം കൂട്ടിനുണ്ട്. അതുകൊണ്ടാണ് യുദ്ധത്തിലേക്കൊക്കെ എടുത്തു ചാടുന്നത്. അത് വിവരമില്ലായ്മയാണ്. അതിനേക്കാൾ വിവരമുള്ള ധാരാളം പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്, വാജ്പേയി അടക്കം. യുദ്ധമുണ്ടായില്ലല്ലോ. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുന്നതിനേക്കാൾ വലിയ അപ്പുറത്തുള്ള അപകടമൊന്നും ഭീകരർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അന്ന് യുദ്ധമുണ്ടായോ? വാജ്പേയി ആയിരുന്നില്ലേ പ്രധാനമന്ത്രി? പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായില്ല. അതുപോലെ തന്നെ ബോംബെയിലെ ഭീകരവാദാക്രമണം 2008 166 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്. അന്ന് യുദ്ധമുണ്ടായോ? ഇല്ലല്ലോ. യുദ്ധം എളുപ്പമാണ്. യുദ്ധമില്ലാതെ സമാധാനം സ്ഥാപിക്കുന്നതിന് കഴിവ് വേണം, അറിവ് വേണം, കരുത്തു വേണം. ഇതൊന്നുമില്ല നരേന്ദ്രമോദിക്ക്. അറിവില്ല, കഴിവില്ല, കരുത്തുമില്ല. അതുകൊണ്ട് യുദ്ധം വെച്ചങ്ങ് താങ്ങിക്കൊടുക്കാൻ നോക്കും. എന്നിട്ട് നാട്ടിൽ യുദ്ധവീരനായി ചമഞ്ഞ് നിൽക്കാനും നോക്കും. അതിനെയാണ് ധീരത എന്ന് വിശേഷിപ്പിച്ചത് ഇയാൾ. കോൺഗ്രസിൻ്റെ ചരിത്രം പോലും അറിയില്ല, BJPയുടെ ചരിത്രം പോലും അറിയില്ല ഇയാൾക്ക്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ പാർട്ടിയുടെ വക്താവ് എന്ന് പറയുന്നത് എന്താണ്? അത് വക്കീലിനെ പോലെയാണ്. വക്കീൽ കാശ് കൊടുക്കുന്നവർക്ക് വേണ്ടി വാദിക്കും. ആ വക്കീലിനെ പോലെയാണ്. പാർട്ടികൾ സ്ക്രിപ്റ്റ് തരും, ആ സ്ക്രിപ്റ്റ് വെച്ച് സംസാരിക്കുക മാത്രം. ശരിയാണ്, അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചു. ദീപസ്തംഭം മഹാശ്ചര്യം തനിക്കും കിട്ടണം ചിലത്. അത് കിട്ടിയില്ല, പ്രതിഫലം കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഇനി BJPക്ക് വേണ്ടി സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. എന്തൊരു വങ്കനാണ് ഇയാൾ. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന രീതിയാണ് കോൺഗ്രസിന് എന്ന് വടക്കൻ. അതുകൊണ്ടും തീർന്നില്ല. കേരളത്തിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലെത്തും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. കുറേ നാളായി കേൾക്കുന്നതാണ്. അങ്ങനെ കേട്ടിരുന്നിട്ട് ഒരു രാമൻ നായരാണ് പോയതാകെ. ആ നിലയ്ക്ക് ആളില്ലാത്ത ഒരവസ്ഥ, പോകാൻ ആളില്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ മഹത്വം കൊണ്ടല്ല, ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സദാചാരത്തിൻ്റെ സവിശേഷതയാണത്. അത് കോൺഗ്രസ് സൃഷ്ടിയൊന്നുമല്ല. ആ അർത്ഥത്തിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ഈ വടക്കൻ കേരളത്തിലായിരുന്നെങ്കിൽ, ടോം വടക്കൻ കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ പോകുമായിരുന്നില്ല. ഏതായാലും ഇനിയും കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വടക്കനും മുൻപന്തിയിൽ തന്നെ. മറ്റൊരു കാര്യം, വടക്കൻ പോകുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഗൗരവതരമായ മാറ്റമൊന്നും ഉണ്ടാകില്ല. ശരിയാണ്. പക്ഷേ BJPക്ക് വലിയ പ്രഹരം വരും. കാരണം തൃശ്ശൂരിലെ സീറ്റാണ് വടക്കൻ നോക്കുന്നത്. അവിടെ 2 പേർ കണ്ണിമയ്ക്കാതെ ഉറക്കമുളച്ചിരിക്കുന്നുണ്ട് ആ സീറ്റിന് വേണ്ടി. ഒന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള, മറ്റൊന്ന് K. സുരേന്ദ്രൻ. 2 പേരും സത്യത്തിൽ ഈ സംഭവഗതികളിൽ ആശങ്കാകുലരായി മാറിയിരിക്കുന്നു. കേരളത്തിലെ BJPക്ക് വലിയ തിരിച്ചടിയാണ് വടക്കൻ്റെ വരവ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് ചില വാർത്തകൾ. ഇന്ന് സിറാജ് എന്ന പത്രം ദി പീപ്പിൾ എന്ന പേജിൽ തന്നിരിക്കുന്നു. 1 മുഴം മുമ്പറിഞ്ഞ് തോമസ് മാഷ്. എറണാകുളത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? ഇല്ല, പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തോമസ് മാഷ് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ എതിരാളിയായി വരുന്നത്, തോമസ് മാഷ്ക്ക് എതിരാളിയായി വരുന്നയാൾ തീരുമാനിക്കപ്പെട്ടു, P. രാജീവ്. അദ്ദേഹത്തിന് നല്ല വിജയ സാധ്യതയുള്ള കാൻഡിഡേറ്റാണ് പൊതുവിൽ പറയുന്നതാണ്. തോമസ് മാഷ് മത്സരിച്ച് ജയിച്ച് മടുക്കേണ്ട ഒരാളാണ്. മടുക്കുന്നില്ല എന്ന ആക്ഷേപം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഹൈബി ഈഡൻ അവിടെ കുപ്പായവും തുന്നിയിരിക്കുന്നുമുണ്ട്. ഏതായാലും തോമസ് മാഷ് പ്രചരണം ആരംഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി കാര്യത്തിൽ സ്കാനിംഗ് കമ്മിറ്റിയിലും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിലും
എറണാകുളത്ത് സിറ്റിംഗ് MP KV തോമസിന് വേണ്ടിയുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത. മറ്റൊരു വാർത്ത, കോൺഗ്രസിൽ അടിപിടി പറയുന്നത് കോൺഗ്രസിൻ്റെ മുന്നണിയിലുള്ള ജേക്കബ് കേരള കോൺഗ്രസിൻ്റെ നേതാവ് ജോണി നെല്ലൂരാണ്. കോൺഗ്രസിൽ ലോക്സഭാ സീറ്റിനായി അടിപിടി നടക്കുകയാണെന്ന് UDF സെക്രട്ടറി ജോണി നെല്ലൂർ ഒരു സീറ്റിനായി 4 പേർ വരെ അടികൂടുകയാണ്. അതാണ് വൈകുന്നത്. മറ്റൊന്ന്, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ദില്ലിയിൽ ഐക്യമുണ്ടാകുമോ, സഖ്യമുണ്ടാകുമോ? ഉണ്ടാകും, കാരണം അണികൾ അത് ആഗ്രഹിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത ദില്ലിയിൽ നിന്ന് സിറാജ് തരുന്നത് ഇങ്ങനെ: ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചെങ്കിലും ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. സംസ്ഥാനത്ത് BJPക്കെതിരെ AAPയുമായി സഖ്യം വേണമെന്ന് കോൺഗ്രസിൻ്റെ താഴെ തട്ടിൽ നിന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് അത് സംഭവിച്ചുകൂടായികയില്ല എന്നാണ് സിറാജ് എന്ന പത്രം നമ്മോട് പറയുന്നത്. PJ ജോസഫിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? അതേ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഇന്ന് മംഗളം ആ കാര്യമാണ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ജോസഫിനെ ഇടുക്കിയിൽ പൊതു സ്വതന്ത്രനാക്കാൻ കോൺഗ്രസ് ആലോചന. ലീഗിന് അതിനോട് യോജിപ്പില്ല, മാണിക്ക് തീരെ യോജിപ്പുണ്ടാകാൻ ഇടയില്ല. ഇരുവരെയും പിണക്കിക്കൊണ്ട് PJ ജോസഫിന് അങ്ങനൊരു പിന്തുണ കോൺഗ്രസ് നൽകുമോ, നൽകാൻ കഴിയുമോ? ആ വാർത്ത ഇന്ന് മംഗളം നമുക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വിനോദ് കണ്ണോളി മംഗളത്തിൻ്റെ ലീഡ് വാർത്തയിൽ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മാണി ഗ്രൂപ്പുമായി ഇടഞ്ഞ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിനെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ UDF പൊതു സ്വതന്ത്രനാക്കാൻ നീക്കം സജീവം. ജോസഫിനെ കൈയൊഴിഞ്ഞാൽ മറ്റ് സീറ്റുകളിലെ വിജയസാധ്യത ബാധിക്കും എന്നതിനാലാണ് കോൺഗ്രസിൻ്റെ നീക്കം. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസോ UDFോ മറ്റ് ഘടകകക്ഷികളോ ഔദ്യോഗിക നിലപാടുകളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജോസഫ് കയ്യാലപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഏത് ഭാഗത്തേക്കാണ് വീഴുന്നതെന്ന് തീരുമാനിക്കപ്പെട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഒരു കൈ സഹായം അദ്ദേഹത്തിന് നൽകാനുള്ള ആഗ്രഹ ചിന്തയിലാണുള്ളത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കോൺഗ്രസിലെ MLAമാർക്കെതിരെ ലൈംഗിക പീഡന കേസ് വന്നിരിക്കുന്നു. ജന്മഭൂമി അത് ലീഡ് വാർത്തയാക്കുന്നു. കോൺഗ്രസ് MLAമാർക്കെതിരെ ലൈംഗിക പീഡന കേസ് ആ പഴയ സരിത സംഭവങ്ങളുമായി ബന്ധിപ്പിച്ചാണ്. സോളാർ കേസിൻ്റെ അവസാന അധ്യായവുമാണത്. സോളാർ വ്യവസായത്തിന് സഹായ വാഗ്ദാനം ചെയ്ത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ 3 കോൺഗ്രസ് MLAമാർക്കും ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്കും എതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. മുൻമന്ത്രിയും കോന്നി MLAയുമായ അടൂർ പ്രകാശ്, മുൻമന്ത്രിയും വണ്ടൂർ MLAയുമായ AP അനിൽകുമാർ, എറണാകുളം MLA ഹൈബി ഈഡൻ, AP അനിൽകുമാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് P നസറുള്ള എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അത് കോൺഗ്രസിന് പുതിയ ഒരു കീറാമുട്ടിയായി മാറും ഇന്നത്തെ അവസ്ഥയിൽ. ഇന്ന് സിറാജ് എന്ന പത്രത്തിൻ്റെ ഒന്നാം പുറം റഫേൽ കേസുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങളുടെ ഏറ്റവും പുതിയ മുഖം തരുന്നു. സുപ്രീം കോടതിയിൽ ആ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. കേന്ദ്രത്തെ ചോദ്യം ചെയ്ത് വീണ്ടും സുപ്രീം കോടതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ ചോർത്തിയ രേഖകൾ കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വീണ്ടും വ്യക്തമാക്കി. രേഖകൾ പുനഃപരിശോധനാ ഹർജിയിൽ പരിഗണിക്കരുതെന്ന സർക്കാരിൻ്റെ പ്രാഥമിക എതിർപ്പുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി ഇനി ഉത്തരവിനായി മാറ്റി. ആ ഉത്തരവ് വരുന്നതിനെ ആസ്പദിച്ചാണ് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ന് കേരള കൗമുദിയുടെ ഒന്നാം പുറം തരുന്ന വാർത്ത ഒരു സംവരണ വാർത്തയാണ്. സംവരണ വാർത്തയല്ല, സംവരണ ആനുകൂല്യം നിഷേധിക്കപ്പെടുമെന്ന ആശങ്ക ഉൽപ്പാദിപ്പിക്കുന്ന വാർത്തയാണ്. പിന്നോക്ക സ്കോളർഷിപ്പ് മുടങ്ങും, 2 ലക്ഷം വിദ്യാർത്ഥികൾ ആശങ്കയിൽ. TK സുനിൽകുമാർ ആ വാർത്ത ഇങ്ങനെ തരുന്നു: സംസ്ഥാനത്തെ 2 ലക്ഷത്തോളം പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇക്കൊല്ലം നഷ്ടമാകുന്ന സ്ഥിതിയിലായി. സാമ്പത്തിക വർഷം തീരാൻ ദിനങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാന വിഹിതമോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ വിഹിതമോ അനുവദിച്ചിട്ടില്ല. സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ ലിസ്റ്റ് പോലും ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. മറ്റൊരു വാർത്ത ഇന്ന് അതേ പേജ് കേരള കൗമുദി തരുന്നത്: ലഹരി മാഫിയയുടെ കുത്തേറ്റ് യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരത്തെ ലഹരി മാഫിയയുടെ ആയി ബന്ധിപ്പിച്ചാണ് 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ടത്. ഇന്നും സമാനമായൊരു വാർത്ത: നഗരത്തിൽ ലഹരി മാഫിയയുടെ ഏറ്റുമുട്ടൽ തടയാൻ ശ്രമിച്ച യുവാവ് കുത്തേറ്റ് മരിച്ചു. പടിഞ്ഞാറേക്കോട്ട ശ്രീവരാഹം പുന്നപുരം സ്വദേശി
ശിവരാജിൻ്റെയും ശാലിനിയുടെയും മകൻ ശ്യാം എന്ന മണിക്കുട്ടനാണ് മരിച്ചത്. പ്രായം 28 വയസ്സ്. ദാരിദ്ര്യം സഹിക്കാതെ അമ്മ 7 ദിവസം പ്രായമായ പെൺകുട്ടിയെ വിറ്റ വാർത്ത ഇന്ന് മാധ്യമം നമുക്ക് തരുന്നു. മൂവാറ്റുപുഴയിലാണ് സംഭവം. കേരളം നാണിച്ച് തല താഴ്ത്തേണ്ട ഒരു സംഭവം തന്നെയാണത്. ദാരിദ്ര്യം അമ്മ 7 ദിവസം പ്രായമായ കുഞ്ഞിനെ വിറ്റു. കടുത്ത ദാരിദ്ര്യത്തെ തുടർന്ന് 7 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വിറ്റ മാതാവ് അറസ്റ്റിൽ. കുഞ്ഞിനെ വാങ്ങിയ ദമ്പതികളെയും അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ മൂവർക്കും ജാമ്യം അനുവദിച്ചു. കുഞ്ഞിനെ മാതാവിന് വിട്ടു നൽകുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മലയാള മനോരമയിൽ NS മാധവന്റെ കോളം തത്സമയം എന്ന കോളത്തിൽ മാധവൻ ചില കൗതുകകരമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ MLA-മാർ UDF ആയാലും LDF ആയാലും BJP-യിൽ MLA രാജേട്ടൻ മാത്രമാണ്. അദ്ദേഹം ഇനി മത്സരിക്കാൻ താല്പര്യമില്ലാത്തയാളുമാണ്. അതുകൊണ്ട് NDA-യുടെ കാര്യം വിടാം. UDF-ലും LDF-ലും MLA-മാർ മത്സരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം പറയുന്നത് കാണുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇതുവരെ കേരളത്തിൽ ഇടത് ജനാധിപത്യ മുന്നണി മാത്രമേ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആകെയുള്ള 20 നിയോജകമണ്ഡലങ്ങളിൽ 6 അവരുടെ സ്ഥാനാർത്ഥികൾ നിലവിലുള്ള നിയമസഭാംഗങ്ങളാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സാധ്യതാ പട്ടികയിലും സിറ്റിംഗ് MLA-മാരുണ്ട്. ഏതായാലും ഇത് ജനങ്ങളുടെ ഹിതത്തിലുള്ള കാര്യമല്ല. ഈ സ്ഥാനാർത്ഥികളിൽ പലരും ജയിച്ചു എന്നിരിക്കട്ടെ. തുടർന്ന് നിയമസഭകളിലെ ഒഴിവുകളിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഭാരിച്ച ചെലവ് സാധാരണക്കാരായ നീതിദായകർ വഹിക്കേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തേക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ പുതിയ വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടിയും വരും. രാഷ്ട്രീയ പാർട്ടികളിൽ എന്തുകൊണ്ട് MLA-മാർ അല്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് ഇത്ര പഞ്ഞം വന്നു? കേരളത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ 4-ൽ ഒരാൾ MLA-ആണ്. മറനീക്കി വരുന്നത് പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിലെ പാപ്പരത്തമാണ്. ഇതവർക്ക് ആത്മപരിശോധനയ്ക്ക് കൂടിയുള്ള സമയമാണ്. കാരണം സമ്മതിദായകർ അവരുടെ താല്പര്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന പ്രവൃത്തികൾക്കെതിരായ അമർഷം സാധാരണയായി പോളിംഗ് ബൂത്തിലൂടെയാണ് പ്രകടിപ്പിക്കുക. പ്രാദേശിക നേതാക്കളുടെ അഭാവം മൂലമാണ് MLA-മാർക്കൊപ്പം സഞ്ചരിക്കേണ്ടി വരുന്നത് പാർട്ടികൾക്ക് എന്നാണ് മാധവൻ നിരീക്ഷിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. BJP അഖിലേന്ത്യാ പാർട്ടിയാണ്. കാശ്മീരിലും അതിർത്തിയിലും പട്ടാളത്തെ നയിക്കുന്ന ഗവൺമെൻറ്റും BJP-യുടേതാണ്. BJP-യുടെ കാശ്മീരിലെ അവസ്ഥ ഇന്ന് എന്താണ്? ഈ ചിത്രം നോക്കുക. ചിത്രത്തിൽ തലകുമ്പിട്ടിരിക്കുന്ന കുറേ ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, ഇതൊരു BJP-യുടെ പ്രചരണ യോഗമാണ്. ക്യാമറയിൽ കുടുങ്ങാതിരിക്കാനാണ്, സ്വന്തം മുഖം ക്യാമറയിൽ കാണിക്കാനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അണികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ശ്രീനഗറിൽ കാര്യങ്ങൾ നേരെ മറിച്ചാണ്. ക്യാമറയിൽ മുഖം വരാതിരിക്കാനാണ് BJP-യുടെ പ്രവർത്തകർ കുമ്പിട്ടിരിക്കുന്നത്. കാരണം കാശ്മീരിൽ BJP-യുടെ അവസ്ഥ ഇപ്പോൾ അതാണ്. ഈ യാഥാർത്ഥ്യം പുറത്തുകൊണ്ട് കൊണ്ടുവരുന്ന ചിത്രം ഹിന്ദു എന്ന പത്രം ആദ്യ പുറത്തു തന്നെ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.